ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂം, അതായത് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന ബാത്റൂം ടൈൽ ഒട്ടിക്കാൻ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഏത് പൈപ്പ്, അത് ക്ലോസറ്റ് ഏതാണെന്ന് തീരുമാനിക്കണം ഏറ്റവും ആദ്യം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്, ഭിത്തിയിൽ നിന്ന് അകലം, താഴെ ഉറപ്പിക്കുന്ന ക്ലോസറ്റ് ആണെങ്കിൽ ഭിത്തിയിൽ നിന്ന് എത്ര അകലം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക. അതിനുശേഷം പിന്നെ വരുന്ന ടാപ്പിൻ്റെ ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വേണ്ട, ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് ആംഗിൾ കോക്ക് ടാപ്പുകളെല്ലാം വരുന്നത്. ഈ വരുന്ന ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇളക്കം തട്ടാനുള്ള ചാൻസ്. കാരണം ടാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ഓൾറെഡി ഇറക്കം തട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഷവർ വാൽവ് കാര്യങ്ങളെല്ലാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ആ ഏരിയ നന്നായി രീതിയിൽ ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ജസ്റ്റ് അത് മൊത്തം ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ആംഗിൾ കോക്ക് ടാപ്പുകൾ ഇങ്ങനെ വരുന്ന ഏരിയകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കാണുന്നത് ടൈലിൻ്റെ കനം കൂടി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ടൈലിൻ്റെ ഒരു കനം വരുന്നുണ്ട് ഏകദേശം 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ. അതിൻ്റെ ടൈലും അതിൻ്റെ ചാന്തും അതല്ലെങ്കിൽ അതിൻ്റെ പശയും കൂടി വരുന്ന സമയത്ത് അത്രയും വരുന്നുണ്ട്. അപ്പോൾ ടൈലിൻ്റെ കനം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ത്രെഡ് എൽബോ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് കൂടുതൽ ഇളക്കം വരാനുള്ള ചാൻസ്. ടാപ്പുകളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് ഇളക്കം വരാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. ഈ ഏരിയകളിൽ നമ്മൾ നല്ല രീതിയിൽ പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റ് അതുപോലെ തന്നെ ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പരിക്കനോ അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അതായത് ഇവർ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ബാത്റൂം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇളക്കം തട്ടാതെ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ ത്രെഡ് എൽബോ വരുന്ന ഏരിയകളിൽ ഷവർ വാൽവ്, പൈപ്പുകൾ ഇതൊക്കെ വരുന്ന ഏരിയകളെല്ലാം തന്നെ നല്ല രീതിയിൽ പരിക്കൻ വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ താഴെ വരുന്ന പൈപ്പുകൾ നല്ല രീതിയിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഫുൾ കോൺക്രീറ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആ പൈപ്പ് ജസ്റ്റ് ഇളക്കം തട്ടാതെ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഉറപ്പിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനിഷിങ് സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന മെഷർമെൻറ്റ് തന്നെ നമുക്ക് അവസാനം ലഭിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ താഴെ വരുന്ന പൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ലെവലിൽ, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മെഷർമെൻറ്റ് എന്തെങ്കിലും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോസറ്റ് ഒന്നല്ലെങ്കിൽ ഭിത്തിയിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ ഭിത്തിയോട് അടുത്ത് പോകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ബാത്റൂം നമ്മൾ ടൈൽ ഒട്ടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിക്കുകയില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുമാത്രമല്ല, ഇനി ഇപ്പോൾ ഈ ബാത്റൂമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഫ്ലോർ ലെവൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.